ഹലോ +2 കൊമേഴ്സ് ഫാമിലി. അപ്പോൾ മക്കളെ, നിങ്ങളുടെ മൈക്രോ എക്കണോമിക്സിൻ്റെ 3rd ചാപ്റ്ററാണ് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ക്രിസ്മസ് എക്സാമിനായിക്കോട്ടെ, മോഡൽ എക്സാമിനായിക്കോട്ടെ, ഫൈനൽ എക്സാമിനായിക്കോട്ടെ, നമ്മൾ സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണുക. ആൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്കറിയാം ക്രിസ്മസ് എക്സാമിന് ഇനി അധികം സമയമൊന്നുമില്ല അല്ലേ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പം നവംബർ മിഡ് വീക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ക്രിസ്മസ് എക്സാമിന് ഇനി നമുക്ക് തീരെ സമയമില്ല, വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ കൺമുൻപിലുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് അതും കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ അങ്ങ് പഠിച്ചു പോവുകയാണെങ്കിൽ, അതായത് ക്രിസ്മസ് എക്സാമിന് നമുക്കറിയാം നമ്മുടെ ഫുൾ പോർഷൻ്റെ 3/4 കൂടുതൽ അല്ലേ, ഒരു 3/4 കൂടുതൽ ഓൾറെഡി നിങ്ങൾ അവിടെ കവറപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത്രയും ഒരു പഠിക്കേണ്ട കാര്യം നിങ്ങളവിടെ പഠിച്ചു തീരുകയാണ്. പിന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഫൈനൽ എക്സാമിനും മോഡൽ എക്സാമിനും പഠിക്കാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസോട് കൂടി ക്രിസ്മസ് എക്സാമിനെ കാണുക. ഒരിക്കലും അതിനെ തള്ളിക്കളയരുത്. നിങ്ങളത് പഠിച്ചേ മതിയാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മണി ആൻഡ് ബാങ്കിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് എന്തെന്ന് ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. 5 മാർക്സിന് നമ്മൾ മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് എന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഒരു സെൻട്രൽ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സെൻട്രൽ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ഓൾ ബാങ്ക്സ് എന്ന് നമുക്കറിയാം അല്ലേ. നമ്മുടെ രാജ്യത്തെ എല്ലാ ബാങ്കിനെയും കൺട്രോൾ ചെയ്യുന്നതും അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു അപ്പെക്സ് ബാങ്ക് ആണെന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ രാജ്യത്തെ എല്ലാ ബാങ്ക്സും അതേപോലെ മോണിറ്ററി സ്ട്രക്ചറും എല്ലാം കൺട്രോൾ ചെയ്യുന്നതും എല്ലാം റെഗുലേറ്റ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നൊരു അപ്പെക്സ് ബോഡി അല്ലെങ്കിൽ ഒരു അപ്പെക്സ് ബാങ്ക് ആണെന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആൻ അപ്പെക്സ് ബോഡി ദാറ്റ് കൺട്രോൾസ്, ഓപ്പറേറ്റ്സ്, റെഗുലേറ്റ്സ് ആൻഡ് ഡയറക്ട്സ് ദി എൻറ്റയർ ബാങ്കിങ് ആൻഡ് മോണിറ്ററി സ്ട്രക്ചർ ഓഫ് എ കൺട്രി ഈസ് കോൾഡ് ദി സെൻട്രൽ ബാങ്ക് ഓഫ് ദി കൺട്രി. ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള സെൻട്രൽ ബാങ്കും കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജപ്പാൻ്റെ ആണെങ്കിൽ ബാങ്ക് ഓഫ് ജപ്പാൻ, അങ്ങനെ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ് RBI അല്ലേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻസ് ആണ് നോക്കുന്നത്. ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നതാണ് എന്താണെന്ന് നോക്കിയേ, ഇഷ്യൂർ ഓഫ് കറൻസി. ഓക്കെ, അതായത് നമ്മുടെ പേപ്പർ കറൻസി ഉണ്ടല്ലോ, പേപ്പർ കറൻസി ഇഷ്യൂ ചെയ്യാനുള്ള ഫുൾ അതോറിറ്റി, ഓക്കെ, സോൾ അതോറിറ്റി, അതായത് മോണോപോളി എന്ന് പറയുന്ന ആർക്കാണുള്ളത്, നമ്മുടെ RBIക്കാണുള്ളത്. ഓക്കെ, എക്സെപ്റ്റ് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ കോയിൻസും എല്ലാ നാണയങ്ങളും അതുപോലെ തന്നെ 1 രൂപയുടെ നോട്ട് ഉണ്ടാവല്ലോ, 1 റുപ്പിയുടെ നോട്ട്, ആ നോട്ട് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാ പേപ്പർ കറൻസിയും ഇഷ്യൂ ചെയ്യുന്ന ആരാണ്, നമ്മുടെ RBI ആണ്. ഓക്കെ, നോക്കി, സോൾ അതോറിറ്റി ടു ഇഷ്യൂ പേപ്പർ കറൻസി ഇൻ ദ കൺട്രി എൻഷോർസ് യൂണിഫോമിറ്റി ആൻഡ് കൺട്രോൾ ഓഫ് മണി സപ്ലൈ. നോക്കി, ഇൻ ഇന്ത്യ ₹1 നോട്ട് ആൻഡ് കോയിൻസ് ആർ ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ് all others are by the RBI എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്, നമുക്ക് മനസ്സിലായതുപോലെ തന്നെ ഇഷ്യൂർ ഓഫ് കറൻസി ആണ്. നമ്മുടെ ഇന്ത്യയിലെ 1 രൂപ നോട്ടും അതേപോലെ ബാക്കി കോയിൻസും ഒഴിച്ച് എല്ലാ പേപ്പർ കറൻസി ഇഷ്യൂ ചെയ്യുന്ന ആരാണ്, RBI ആണ്. ഓക്കെ, അത്രയും ഓർക്കുക. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ എന്താ പറയുന്നത്, ബാങ്കർ ടു ദ ഗവൺമെന്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ എല്ലാ അക്കൗണ്ട്സും, സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാ അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എല്ലാം നോക്കി നടത്തുന്ന ആരാണ്, നമ്മുടെ RBI ആണ്. ഓക്കെ, എല്ലാ പേയ്മെൻറ്റ്സും നമുക്ക് കിട്ടുന്ന ആ പേയ്മെൻറ്റ്സും അതേപോലെ നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റ്സും എല്ലാ കാര്യങ്ങളും നോക്കുന്നവരാണ് RBI ആണ്. ഓക്കെ, എന്തെങ്കിലും പബ്ലിക് ഡെറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ ലോൺ എന്തെങ്കിലും ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഇതെല്ലാം നോക്കുന്നവരാണ് RBI ആണ്. ഓക്കെ, മെയിൻറ്റെയിൻസ് അക്കൗണ്ട്സ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. ആൻഡ് നോക്കി, റിസീവ്സ് ആൻഡ് മേക്സ് പേയ്മെൻറ്റ് ഓൺ ദെയർ ബിഹാഫ്, മേക്സ് പബ്ലിക് ഡെറ്റ് ആൻഡ് ഇഷ്യൂസ് ന്യൂ ലോൺ എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് നോക്കി എന്താണ് പറഞ്ഞേക്കുന്നത്, ആക്ട്സ് ആസ് ഫിനാൻഷ്യൽ അഡ്വൈസർ ഓൺ ഇക്കണോമിക് ആൻഡ് മോണിറ്ററി മാറ്റേഴ്സ്. ഓക്കെ, ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കൺട്രിയിൽ എന്തെങ്കിലും ഒരു ഇക്കണോമിക് പ്രോബ്ലം വരുവാണ്, എന്തെങ്കിലും ഒരു മോണിറ്ററി പ്രോബ്ലം വരുവാണെങ്കിൽ അവിടെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് അവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആരാണ്, നമ്മുടെ RBI ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു, ഇഷ്യൂർ ഓഫ് ദി കറൻസി കണ്ടു, അതേപോലെ ബാങ്കർ ടു ദി ഗവൺമെൻറ് കണ്ടു. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്താണെന്ന് പറയുന്നത്, ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു എല്ലാ ബാങ്കും കൺട്രോൾ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ആരാണ്, നമ്മുടെ RBI ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും അവർക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണ്, ഇപ്പം
കൊമേഴ്ഷ്യൽ ബാങ്ക്സ് മാത്രമല്ല ബാക്കി ഏത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെന്ന് വിചാരിക്കും. ഓക്കെ, അവർക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പൈസ വേണമെന്ന് വിചാരിക്കും. ഇതൊക്കെ ആരാണ് കൊടുക്കുന്നത്? നമ്മുടെ RBI ആണ് കൊടുക്കുന്നത്. എന്തെങ്കിലും അത്യാവശ്യ സമയത്ത് എന്ത് അസിസ്റ്റൻസ്, എന്തൊരു കൈസഹായം ആയിക്കോട്ടെ എല്ലാം ചെയ്യുന്നവരാണ് നമ്മുടെ സെൻട്രൽ ബാങ്കാണ്. ഇറ്റ് കൺട്രോൾസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പറയുന്നത്. ഇൻ ടൈംസ് ഓഫ് നീഡ് ദ സെൻട്രൽ ബാങ്ക് പ്രൊവൈഡ്സ് അസിസ്റ്റൻസ് ടു ദി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കണ്ടു? ഇഷ്യൂർ ഓഫ് കറൻസി കണ്ടു, അതുപോലെ നമ്മൾ എന്താണ് ബാങ്കർ ടു ദി ഗവൺമെൻറ് കണ്ടു, ബാങ്കേഴ്സ് ബാങ്ക് കണ്ടു. ആൻഡ് നെക്സ്റ്റ് വൺ നമ്മൾ ഇനി നോക്കാൻ പോകുന്നതാണ് എന്ത്? കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്. നമ്മുടെ രാജ്യത്തെ മണി സപ്ലൈയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാണ്? ക്രെഡിറ്റ് ക്രിയേഷൻ ആയിക്കോട്ടെ, മണി സപ്ലൈ ആയിക്കോട്ടെ, ഇതൊക്കെ നോക്കുന്ന ആരാണ്? നമ്മുടെ RBI ആണ്. ഓക്കെ, നമ്മുടെ രാജ്യത്ത് പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടോ, ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആരാണ്? RBI ആണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇൻഫ്ലേഷൻ വന്നു അല്ല ഡീഫ്ലേഷൻ വന്നു, അതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ആരാണ്? RBI ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് അവർ രണ്ട് രീതിയിലുള്ള ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസും ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ടൂൾസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ആണ് എന്ത്? ബാങ്ക് റേറ്റ്, CRR ക്രെഡിറ്റ് റിസർവ് റേഷ്യോ, SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, ഇനി ക്വാളിറ്റേറ്റീവിൽ വരുന്നതാണ് മാർജിൻ റിക്വയർമെന്റ്സ്, മോറൽ സുവേഷൻ ആൻഡ് ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ആണെന്ന് പറയുന്നത് കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ഫോറിൻ എക്സ്ചേഞ്ച്, നമ്മുടെ രാജ്യത്ത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഉണ്ടായിരിക്കും. ആ റിസർവ്സും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ആരായിരിക്കും? അതും RBI ആണ്. ഓക്കെ, നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റെബിലിറ്റി, സ്ഥിരത, ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ആരാണ്? അതും RBI ആണ്. അതേപോലെ എല്ലാ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷനും എല്ലാ കാര്യങ്ങളും, ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999 കീഴിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നോക്കി നടത്തുന്നതും നമ്മുടെ RBI ആണ്. ഓക്കെ, ഇൻ്റർനാഷണൽ ട്രേഡ് നോക്കി നടത്തുന്നത്, അതിൽ ഒരു കുഴപ്പവും വരാതെ എല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോയെന്ന് ഉറപ്പ് വരുത്താനും ഇമ്പോർട്ട്സും എക്സ്പോർട്ടും ഒക്കെ ഈക്വൽ ആയിട്ടാണ് നമ്മുടെ കൺട്രിയിൽ നടക്കുന്നത്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അവിടെ വരാനും ഒക്കെ ആരാണ് നോക്കുന്നത്? അതും RBI ആണ്. ഓക്കെ, മാനേജസ് ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഓഫ് ദി കൺട്രി, എൻഷുവേഴ്സ് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി, കൺട്രോൾസ് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ്, പ്രൊമോട്ട് സ്മൂത്ത് ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്മുടെ എന്താണ് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് വൺ ആണ് ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട്. നമ്മൾ പറഞ്ഞു എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആരവിടെ ഉണ്ടാവും? RBI ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണ്. അവരുടെ കയ്യിൽ എന്താണ്? നമ്മളിപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണ്, ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് വരികയാണെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, പക്ഷേ നമ്മുടെ കയ്യിൽ കാണിക്കാൻ എന്താ? ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി നമ്മൾ എന്താണ്? ഒരു കൊലാട്രൽ ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ ബാങ്കുകളിലും എന്താണ്? അവരിങ്ങനെ എന്താ പറയുക, പൈസ അല്ലാണ്ട് ഇങ്ങനെ അവർ അസറ്റ്സ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ഗോൾഡ് ആയിക്കോട്ടെ, സ്റ്റോക്സ് ആയിക്കോട്ടെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ വെക്കണം. അപ്പോൾ ഇത് കാണിച്ചുകൊണ്ട് എന്താണ്? അവർക്ക് RBIയുടെ കയ്യിൽ നിന്ന് എന്ത് മേടിക്കാം? ലോൺ ആയിട്ട് എടുക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കി, വെൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫെയിൽസ് ടു മീറ്റ് ദെയർ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ഫ്രം അതർ സോഴ്സസ് ദേ അപ്രോച്ച് ദ സെൻട്രൽ ബാങ്ക് വിച്ച് ഗീവ്സ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ആണെന്ന് പറയുന്നത് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മളെന്താണ്? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഡെപ്പോസിറ്റ്സ് കിട്ടും. ആ ഡെപ്പോസിറ്റ്സ് കിട്ടുന്നതിൽ ഇത്ര പെർസെൻറ്റേജ് എന്താണ്? അവർ RBIക്ക് റിസർവ് ആയിട്ട് കീപ്പ് അപ്പ് ചെയ്യണം. അല്ല, അതിനെ നമ്മൾ പറയുന്ന പേരാണ് CRR, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ക്യാഷ് റിസർവ് റേഷ്യോ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം സെൻട്രൽ ബാങ്കിൻ്റെ കൈവശമാണ് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ക്യാഷ് റിസർവ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. അതായത് എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് എന്തെങ്കിലും എന്താ പറയുക, അവർക്ക് ചെക്സ് ആയിട്ടോ എന്തെങ്കിലും അഡ്വാൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ആയിട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സാധിക്കുമെന്നാണ് പറയുന്നത്. സിൻസ് ദ സെൻട്രൽ ബാങ്ക് ഹോൾഡ് ദ ക്യാഷ് റിസർവ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇറ്റ് ഈസ് ഈസിയർ ആൻഡ് മോർ കൺവീനിയൻറ്റ് ടു ആക്ട് ആസ് ദി ക്ലിയറിംഗ് ഹൗസ് ഫോർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്നാണ് പറയുന്നത്. അപ്പം ഈ 7 എണ്ണമാണെന്ന് പറയുന്നത്, ഈ 7 എണ്ണമാണ് നമ്മുടെ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ നമ്മൾ കണ്ടു? ഇഷ്യൂർ ഓഫ് കറൻസി കണ്ടു, അതുപോലെ നമ്മൾ കണ്ടതാണ് എന്ത്? ബാങ്കർ ടു ദി ഗവൺമെൻറ് കണ്ടു, അതേപോലെ കണ്ടാണ് ബാങ്കേഴ്സ് ബാങ്ക് കണ്ടു, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് കണ്ടു, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് കണ്ടു, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് കണ്ടു, ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്ത്? ക്ലിയറിംഗ് ഹൗസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു 5 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. 5 മാർക്സിനാണ് ഇത് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. 5 പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചാൽ ഒരെണ്ണം മറന്നു പോയാലുള്ള അവസ്ഥ നിങ്ങൾ ഓർക്കണം. അപ്പോൾ എന്താ? 7 പോയിന്റ്സ് അങ്ങ് പഠിച്ചു വെച്ചോ. 7 നല്ല കൃത്യമായിട്ടും വ്യക്തമായിട്ടും പഠിച്ചു വെക്കുക. 5 പോയിന്റ്സ് മാത്രം എഴുതി വെച്ചാൽ മതിയായിരിക്കും 5 മാർക്സ് വരുമ്പോൾ. ഓക്കെ, അപ്പം ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.